കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം പിറന്നിരിക്കുകയാണ്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 16ാമത് കേരള നിയമസഭയാണ് നിലവിൽ വന്നിരിക്കുന്നത്. വിപ്ലവകരമായ മാറ്റങ്ങളോടെ 2/3 ഭാഗവും പുതുമുഖങ്ങളെ അണിനിർത്തിയാണ് ഇത്തവണത്തെ മന്ത്രിസഭയുടെ വരവ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 പുതുമുഖങ്ങൾ, കന്നി അംഗത്തിൽ തന്നെ മന്ത്രിമാരാകുന്ന 6 MLA മാർ, ഒപ്പം രാഷ്ട്രീയ തന്ത്രജ്ഞനായ മുതിർന്ന നേതാക്കളുടെ വൻനിര. ആരൊക്കെയാണ് സതീശൻ മന്ത്രിസഭയിലെ ആ 21 കരുത്തർ? എന്തൊക്കെയാണ് ഈ മന്ത്രിസഭയുടെ സവിശേഷതകൾ? വിശദമായി അറിയാം. 13ാമത്തെ കേരള മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. ഇതുവരെ ഉണ്ടായിരുന്ന 15 നിയമസഭകളിലായി 12 പേരാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത്. കോൺഗ്രസ് നേതാക്കളെ പട്ടികയെടുത്താൽ കേരള മുഖ്യമന്ത്രിയാകുന്ന 5ാമത്തെ ആളാണ് വി.ഡി. സതീശൻ. EMS നമ്പൂതിരിപ്പാട്, പട്ടമേ താണുപിള്ള, R. ശങ്കർ, C. അച്യുതമേനോൻ, K. കരുണാകരൻ, A.K. ആന്റണി, P.K. വാസുദേവൻ നായർ, C.H. മുഹമ്മദ് കോയ, E.K. നായനാർ, ഉമ്മൻചാണ്ടി, V.S. അച്യുതാനന്ദൻ, പിണറായി വിജയൻ എന്നിവരാണ് ഇതുവരെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചവർ. K. കരുണാകരൻ 4 തവണയും E.K. നായനാരും A.K. ആന്റണിയും 3 തവണയും മുഖ്യമന്ത്രിമാരായി. EMS, C. അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ എന്നിവർ 2 തവണയും മുഖ്യമന്ത്രി പദം വഹിച്ചു. കേരള മുഖ്യമന്ത്രിയാവുന്ന കോൺഗ്രസിലൂടെ പട്ടികയെടുത്താൽ 5ാമത്തെ ആളാണ് വി.ഡി. സതീശൻ. കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയായ ആദ്യ നേതാവ് R. ശങ്കറായിരുന്നു. 1962 മുതൽ 64 വരെയായിരുന്നു അദ്ദേഹം പദവിയിലിരുന്നത്. രണ്ടാമത് ഈ പദവിയിലെത്തിയ കോൺഗ്രസുകാരൻ സാക്ഷാൽ K. കരുണാകരനായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ ലീഡർ, വിവിധ ഘട്ടങ്ങളിലെ 4 തവണ മുഖ്യമന്ത്രി. 1977, 81, 82, 82, 87, 91, 95 എന്നീ കാലയളവിലായിരുന്നു അത്. പട്ടികയിലെ 3ാമത്തെ കോൺഗ്രസുകാരൻ A.K. ആന്റണിയാണ്. 3 തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. 1977, 78, 95, 96, 2001, 2004 കാലയളവിലായിരുന്നു അത്. പിന്നീട് കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിലെത്തിയത് ഉമ്മൻചാണ്ടിയാണ്. 2 തവണയാണ് അദ്ദേഹം കേരളത്തെ നയിച്ചത്. 2004, 2006 ഘട്ടത്തിലും 2011, 2016 കാലയളവിലുമാണ് ഇത്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ മന്ത്രിസഭയിൽ 3-2 പേരും പുതുമുഖങ്ങളാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഇതാദ്യമായാണ് മന്ത്രിസഭയിൽ അംഗമാകുന്നത്. 21 അംഗ മന്ത്രിസഭയിൽ 14 പേരും ഇതാദ്യമായാണ് മന്ത്രിമാരാകുന്നത്. ഇവരിൽ 6 പേരാകട്ടെ MLA ആകുന്നതും ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കൂടാതെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M. ലിജു, റോജി M. ജോൺ, OJ ജനീഷ്, T. സിദ്ദിഖ്, K. തുളസി എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള പുതുമുഖ മന്ത്രിമാർ. മുസ്ലിം ലീഗിലെ 5-ൽ 4 പേരും പുതുമുഖങ്ങളാണ്. P.K. ബഷീർ, K.M. ഷാജി, N. ഷംസുദ്ദീൻ, V.E. അബ്ദുള്ള ഗഫൂർ എന്നിവരാണ് ലീഗിൽ നിന്ന് ആദ്യമായി മന്ത്രിസഭയിലെത്തുന്നത്. ഇതിനു പുറമെ CMPയിൽ നിന്നുള്ള C.P. ജോണും ഇതാദ്യമായാണ് മന്ത്രി കസേരയിലെത്തുന്നത്. P.K. കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല എന്നിവരാണ് മന്ത്രിസഭയിലെ സീനിയേഴ്സ്. K. മുരളീധരൻ, A.P. അനിൽകുമാർ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, മോറിസ് ജോസഫ് എന്നിവരാണ് നേരത്തെ മന്ത്രിമാർ ആയിരുന്നവർ. മന്ത്രിയായി കൂടുതൽ അനുഭവ സമ്പത്ത് P.K. കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെയാണ്. 3 തവണയാണ് അദ്ദേഹം മന്ത്രിയായിട്ടുള്ളത്. മന്ത്രിയായി ഏറ്റവും കുറവ് പരിചയമുള്ളതാകട്ടെ K. മുരളീധരനാണ്. മന്ത്രിമാരിൽ പ്രായത്തിൽ മുന്നിലുള്ളത് കുഞ്ഞാലിക്കുട്ടി തന്നെ. 74 വയസ്സാണ് അദ്ദേഹത്തിന്. രണ്ടാമത് 73കാരനായ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. ഏറ്റവും പ്രായം കുറഞ്ഞയാൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജനീഷാണ്. 37കാരനാണ് ജനീഷ്. MLA ആയുള്ള ആദ്യ ഊഴത്തിൽ തന്നെ മന്ത്രിമാരായവർ 6 പേരാണ്. ബിന്ദു കൃഷ്ണ, M. ലിജു, OJ ജനീഷ്, K. തുളസി, V.E. അബ്ദുൾ ഗഫൂർ, C.P. ജോൺ എന്നിവരാണത്. വി.ഡി. സതീശൻ മന്ത്രിസഭയെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ P.K. കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K. മുരളീധരൻ, മോറിസ് ജോസഫ്, ഷിബു ബേബി ജോൺ, C.P. ജോൺ, അനൂപ് ജേക്കബ്, A.P. അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, P.C. വിഷ്ണുനാഥ്, M. ലിജു, T. സിദ്ദിഖ്, റോജി M. ജോൺ, OJ ജനീഷ്, K. തുളസി, P.K. ബഷീർ, M. ഷംസുദ്ദീൻ, K.M. ഷാജി, V.E. അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ഉൾപ്പെടുന്നത്.